ഇന്ന് രാവിലെ ഫോണിൽ സംസാരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് MLA സ്ഥാനത്തു നിന്നും രാജിയില്ല എന്ന് അദ്ദേഹം പറയുകയും മറ്റൊന്ന് മാധ്യമങ്ങളോട് കൂടുതൽ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. ഉച്ചയോടടുത്ത സമയത്ത് മാധ്യമങ്ങളിൽ വന്ന ഒരു ശബ്ദരേഖയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ ഒരു യുവതിയും തമ്മിൽ ഉള്ളത് എന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള ഒരു ശബ്ദരേഖയായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹം തീരുമാനമെടുക്കുന്നു. അങ്ങനെ മാധ്യമപ്രവർത്തകരെ അറിയിക്കുന്നു. ഏറെക്കുറെ 3:45 അടൂർ നെല്ലിമുകളിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചപ്പോൾ ഉണ്ടായിരുന്ന കാഴ്ചയല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇന്ന് കാണാൻ കഴിഞ്ഞിരുന്നത്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനിച്ചുറപ്പിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം പറയാൻ തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന ലഭ്യമായെങ്കിൽ 4:30 ആദ്യം ക്ഷണിച്ച ആൾ തന്നെ വിളിച്ച് വാർത്താ സമ്മേളനം ഉണ്ടാവുകയില്ല, പിന്നീട് കാണാം എന്നുള്ള വിശദീകരണം നൽകി മാധ്യമപ്രവർത്തകരോട് ഈ വിവരം പങ്കുവെക്കുകയാണ് ഉണ്ടായത്. വിശദീകരിച്ച് മറികടക്കാൻ കഴിയുന്ന ഒരു പ്രതിസന്ധിയിലല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ചിലരെങ്കിലും കണക്കാക്കുന്നുണ്ട്. രാഹുൽ വിവാദം കത്തിപ്പടർന്നതിന് പിന്നാലെ ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് പോയ ഷാഫി പറമ്പിൽ മൗനം അവസാനിപ്പിച്ച് ഇന്നാണ് വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായി സംരക്ഷിച്ചാണ് ഷാഫിയുടെ പ്രതികരണം. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ രാജി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന പിന്നെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ്, ധാർമ്മികമായിട്ട് നേതൃത്വമാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.